ഇനി മറ്റൊരു ഉത്കണ്ഠ ഞങ്ങൾക്കുള്ളത്, അതായത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഇടയിൽ ഒരു പ്രതിസന്ധി, ഒരു ഡെഡ് ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കണമെന്നുള്ളതാണ്. സംയുക്ത സമ്മേളനം വിളിച്ച പശ്ചാത്തലം നമ്മുടെ രാജ്യത്തുണ്ട്. നിരവധി 3-4 തവണ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാജ്യസഭയുടെ അംഗസംഖ്യ അതുപോലെ നിൽക്കുകയും ലോക്സഭയുടെ അംഗസംഖ്യ 816 പോവുകയും ചെയ്യുമ്പോൾ ഈ സംയുക്ത സമ്മേളനത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ, ഇത് വലിയ രാജ്യമാണെങ്കിൽ പോലും 500, 550 ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലോകസഭയുടെ അംഗസംഖ്യ അല്ലെങ്കിൽ പരിധി എന്ന് നിശ്ചയിച്ചത്. അത് പ്രാതിനിധ്യം മാത്രം കണക്കിലെടുത്തിട്ടല്ല. അതായത് എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യം ഫങ്ഷണലായിട്ട് ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകേണ്ടതെന്ന് കണക്കിലെടുത്തിട്ടാണ്. ഇപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു, പക്ഷേ എം പിമാരുടെ റോളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുക, എക്സിക്യൂട്ടീവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുക, നയപരമായ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അതിനു പകരം മരിച്ചടക്ക് ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കലല്ല. പക്ഷേ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വ്യതിയാനം പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെ പ്രവർത്തനമല്ല പ്രധാനം, അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ഒരു പ്രാതിനിധ്യം മാത്രമാണെന്നുള്ള തലത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകപക്ഷീയമായിട്ട് ഈ ഭേദഗതികളുമായി പോകുന്നതിനോട് പ്രതിപക്ഷത്തിന് വിയോജിപ്പുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ 15-ാം തീയതി സംയുക്തമായി യോഗം ചേർന്ന് സർക്കാരിൻ്റെ ഈ നിലപാട് സംബന്ധിച്ചുള്ള ഒരു സമീപനം കൈക്കൊള്ളാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ചോദ്യങ്ങളുണ്ടോ? അല്ല, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് പശ്ചിമ ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഏപ്രിൽ 29 തീരുകയാണ്. ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുകളൊന്ന് കഴിയട്ടെ. എന്നുവെച്ചാൽ എത്രയോ എം പിമാർ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്. ഒരു 120ഓളം, ഒരു 110-ലേറെ എം പിമാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യാപൃതരായിരിക്കുമ്പോൾ തിരക്ക് പിടിച്ചിങ്ങനെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിക്കേണ്ടതിൻ്റെ സാങ്കത്യം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. രണ്ടാമത്തത്, എന്താണ് ഞങ്ങളുടെ സമീപനമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കണമെങ്കിൽ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളറിയണം. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ചിത്രം ഞങ്ങൾക്ക് നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഞങ്ങൾക്ക് ഇതുവരെ സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. സാധാരണ ഇത്രയും നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ എത്രയോ കാലം മുമ്പ് അല്ലെങ്കിൽ എത്രയോ ദിവസം മുമ്പ് അംഗങ്ങൾക്ക് നൽകേണ്ടതാണ്. അതൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ സമീപനം എന്തായിരിക്കും സർക്കാർ വിഭാവനം ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിയാണ്. പക്ഷേ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലപാട് ഇതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്.